Ladies and gentlemen, welcome to Shamsi for Tech. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗായ്സ്, അതിന്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക, പിന്നെ ലൈക്ക് അടിക്കുക, പിന്നെ കമൻറ്റ് അടിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ അതൊക്കെ ഞാൻ പറഞ്ഞിട്ട് ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ ലേഡീസ്. അപ്പോൾ നമുക്ക് തുടങ്ങാം ടെക് ന്യൂസ്. ജെൻസുകളും എല്ലാവർക്കും ടെക് ന്യൂസിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ആദ്യത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് നമ്മുടെ റെഡ്മിയുടെ സൈഡിൽ നിന്നാണ്. റെഡ്മിയുടെ നോട്ട് 15 Pro Plus എന്ന് പറയുന്ന മിഡ് റേഞ്ച് സെഗ്മെന്റിലുള്ള ഒരു സ്മാർട്ട് ഫോണ് അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇതിന്റെ സ്പെക്കിലേക്ക് നമുക്ക് ഇനി കടക്കാം. ഇതൊരു കർവ്ഡ് ഡിസ്പ്ലേയും കൂടിയാണ്. 6.8 ഇഞ്ചിന്റെ AMOLED സ്ക്രീനാണ്, 120 Hz റിഫ്രഷ് റേറ്റ്, പിന്നെ 90 വാട്ട്സിന്റെ ചാർജർ ഒക്കെയാണ് വെച്ച് വരാൻ പോകുന്നത്. പിന്നെ 6500 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് മിഡിൽ ഈസ്റ്റിലും ഇന്ത്യയിലും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചൈനയിലാണെങ്കിൽ ഇത് 7000 mAh ബാറ്ററിയാണ്. പിന്നെ സ്നാപ്ഡ്രാഗന്റെ 7S Gen 4 ചിപ്സെറ്റ് ആണ്. അറിയാലോ. പിന്നെ 4K നമുക്ക് 30 FPS നമുക്ക് വീഡിയോ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് 6.8 AMOLED സ്ക്രീനാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 3840 ഹേർട്സിന്റെ പിക്സൽ ഡിമ്മിങ് വരെ വരുന്ന ഫോണാണ്. അതായത് ഫ്ലിക്കറിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു അഡാറ് ലെവലിലെ ഒരു സ്മാർട്ട് ഫോണും കൂടിയാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടോ? പിന്നെ ഇത് വേരിയന്റ് വരാൻ പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 256 GB 12 GB റാമും 512 GB 12 GB റാമും വേരിയന്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഇതിൽ 2 ഫിസിക്കൽ സിമ്മും സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ നമുക്കൊരു ഫിസിക്കൽ സിമ്മ് അല്ലെങ്കിൽ ഒരു ഇ സിമ്മും സപ്പോർട്ട് ചെയ്യും. അപ്പം ഞാൻ റെൻഡേഴ്സൊക്കെ ഇതിൽ ഇടുന്നുണ്ട്, പോയിട്ട് കാണാം. നല്ലൊരു സ്മാർട്ട് ഫോണും കൂടെയാണ് പറയാനുള്ളത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇതിന് അത്രയും വലിയ ഇപ്പോഴത്തെ നിലവിൽ പ്രാബല്യത്തിലൊരു എന്താ പറയുക, അത്രയൊരു ഹൈ സെല്ലൗട്ട് ഇല്ലാത്ത ഫോണാണെങ്കിലും നമ്മുടെ മിഡിൽ ഈസ്റ്റിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ നല്ല രീതികളിലാണ് ഇതിൻ്റെ സെല്ലൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വരും, അടുത്ത മാസമാണ് വരാം. അപ്പോൾ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. താല്പര്യമുള്ള ആൾക്കാർ പോയിട്ട് എടുക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആദ്യമേ പറയാനുള്ളത്. റിയൽമിയുടെ 16 Pro Plus എന്ന് പറയുന്ന വേരിയന്റ് അടുത്ത മാസം ജാനുവരി 6 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. റെൻഡേഴ്സ് ഒക്കെ ഞാൻ ഇതിലിടാം. ഒരു പ്രത്യേകത, ബാക്ക് ക്യാമറയുടെ അലൈൻമെന്റും കാര്യങ്ങളൊക്കെ ഇച്ചിരി മാറ്റങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഡിസൈനറാണ് ഈ ഒരു ഫോണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഞാനിത് ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. പിന്നെ നമ്മൾ സ്പെക്കിലേക്ക് വരുമ്പോൾ ഇതൊരു സ്നാപ്ഡ്രാഗന്റെ 7 Gen 4 ചിപ്സെറ്റ് ആണ് വരുന്നത്. പിന്നെ 120 ഹേർട്സിന്റെ റിഫ്രഷ് റേറ്റ്, പിന്നെ 6.8 ഇഞ്ചിന്റെ OLED സ്ക്രീന്, HDR10+, പിന്നെ പിക്സൽ ഡിമ്മിങ് കാര്യങ്ങളും ഒക്കെ വർക്ക് ചെയ്യും. പിന്നെ 7000 mAh ബാറ്ററിയാണ്. പിന്നെ 80 വാട്ട്സിന്റെ ചാർജിങ് ആണ് ഇതിൽ കൊടുക്കാൻ പോകുന്നത്. അതും സൂപ്പർ വൂക്ക് ചാർജറാണ്. ഓപ്പോന്റെ ചാർജറാണ് അവർ ഇതിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ റിയൽമിയുടെ One UI 6.0 ആണ് സോഫ്റ്റ്വെയർ വരുന്നത്. പിന്നെ ആൻഡ്രോയിഡ് ആണെങ്കിലും അതും 16 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് വരാൻ പോകുന്നത്. പിന്നെ ഇത് 200 മെഗാപിക്സലിന്റെ മെയിൻ പ്രൈമറി ക്യാമറയും 50 മെഗാപിക്സലിന്റെ പെരിസ്കോപ്പിങ്ങും പിന്നെ 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിളും ക്യാമറയാണ് വരാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സെൽഫി ക്യാമറയാണ്. അതും നമുക്ക് 50 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറയിലാണ് വരുന്നത്. പിന്നെ 4K നമുക്ക് 30 FPS നമുക്ക് 4K ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും റെൻഡേഴ്സ് ഒക്കെ പോയിട്ട് കാണാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് മേടിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതൊരു അടിപൊളി ഫോണാണ്. പിന്നെ ഇത് 6.8 ഇഞ്ചിന്റെ OLED ഡിസ്പ്ലേയും കൂടെയാണ്. കളർ വൈബ്രൻസിന്റെ കാര്യത്തിലൊന്നും യാതൊരു രീതിയിലും ഒരു തർക്കം വേണ്ട. അങ്ങനെ ഇറങ്ങുന്ന ഒരു സ്മാർട്ട് ഫോണാണ് റിയൽമിയുടെ 16 Pro Plus. അപ്പോൾ പ്രൈസും കാര്യങ്ങളൊന്നും അവർ ഒഫീഷ്യലായിട്ട് റിവീൽ ചെയ്തിട്ടില്ല. ജാനുവരി 6 അവർ അതിൻ്റെ പ്രൈസ് റിവീൽ ചെയ്യാൻ പോണം. റിയൽമിയുടെ Neo 8 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇത് സ്നാപ്ഡ്രാഗന്റെ 8 Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ 120 ഹേർട്സ് റിഫ്രഷ് റേറ്റ്, 8000 mAh ബാറ്ററി. പിന്നെ ഇതിന്റെ ബോഡി ഫ്രെയിമിംഗ് ഒക്കെ ഉണ്ടാക്കിയിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെറ്റൽ ഫ്രെയിമിംഗ് ആണ്. അപ്പോൾ സിഗ്നലിന്റെ ആന്റിന, 5G ആന്റിന, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സറൗണ്ടഡ് ആയിട്ട് കാണാൻ പറ്റും. പിന്നെ ഇത് IP69K റേറ്റിംഗ് ഉള്ള ഒരു സ്മാർട്ട് ഫോണും കൂടെയാണ്. അതായത് ഹൈ പ്രഷർ വാട്ടർ അടക്കം ഇതിൽ തട്ടി കഴിഞ്ഞാലോ അല്ലെങ്കിൽ തെറിച്ച് കഴിഞ്ഞാലോ ഒന്നും പറ്റില്ല എന്നുള്ള ഒരു റേറ്റിംഗ് ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചൈനയിൽ മാത്രമേ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങുള്ളൂ. ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങുമോ എന്നുള്ളത് ഒരു സാധ്യത വളരെ സംശയമാണ്. എന്നാൽ പോലും പറയാണ്, താല്പര്യമുള്ള ആൾക്കാർക്ക് ചൈനയിൽ പോയിട്ട്
ഓർഡർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൈനയിൽ പോകാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങളെ വീട്ടിൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൊണ്ട് ഇത് എത്തിക്കും. അപ്പോൾ ഇതൊരു കിടുക്കാച്ചി സ്മാർട്ട് ഫോൺ കൊണ്ടുവരുന്നത്. പിന്നെ ഇത് സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 ചിപ്സെറ്റ് ആണ്. പിന്നെ UFS തീർച്ചയായിട്ടും ഒരു 3.1 UFS ഉണ്ടാവും. പിന്നെ LPDDR5X ആണെങ്കിൽ പിന്നെ ധൈര്യമായിട്ട് പോയിട്ട് എടുക്കാൻ പറ്റിയ ഒരു സ്മാർട്ട് ഫോണാണ്. പിന്നെ ഇതിൽ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം കൂടെ അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ റിയൽമിയുടെ Neo 8 പിന്നെ പറയാനില്ല, വേറെ ലെവലിൽ സാധനം തന്നെയാണ്. പിന്നെ അത് നമുക്ക് 4K 30 FPS വീഡിയോ റെക്കോർഡിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ചാർജിങ് സ്പീഡ് പിന്നെ പറയേണ്ട ആവശ്യമില്ല, റിയൽമിയാണ്. തീർച്ചയായിട്ടും നല്ല ഹൈ വാട്ട്സ് ഉള്ള ചാർജിങ് സ്പീഡ് എന്തായാലും ബോക്സിൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ റെൻഡർ ഞാൻ ഇടുന്നുണ്ട്, പോയിട്ട് കാണാം. താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോയിട്ട് ഓൺലൈനിൽ പോയിട്ട് ഓർഡർ ചെയ്യുക, കളിക്കുക, എൻജോയ് ചെയ്യുക എന്നാണ് എനിക്ക് നിങ്ങളോട് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത്. മോട്ടറോളയുടെ ഒരു സന്തോഷ വാർത്ത പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടറോളയുടെ ഒരു ലിമിറ്റഡ് എഡിഷൻ സ്മാർട്ട് ഫോണ്, ഫിഫയുടെ ലിമിറ്റഡ് എഡിഷൻ സ്മാർട്ട് ഫോണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 2026 ഫിഫ നടത്താൻ പോകുന്നത്. മെക്സിക്കോ, USA പിന്നെ കാനഡയിലാണ് ഇതിൻ്റെ ഗെയിം നടക്കാൻ പോകുന്നത്. ജൂൺ 11 ഗെയിം നടക്കുക. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു ലിമിറ്റഡ് എഡിഷൻ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് മോട്ടറോളയുടെ Razr 60 എന്ന് പറയുന്ന സീരീസിലെ ആ സ്മാർട്ട് ഫോണാണ് ഈ ഒരു ലിമിറ്റഡ് എഡിഷൻ സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ട് റെൻഡറൊക്കെ കാണാൻ, എനിക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ അത് മാത്രമല്ല ഫിഫയുടെ ലോഗോ അടക്കം വരുന്നുണ്ട്. ഇതൊരു ഗ്രീൻ കളർ വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. എൻ്റെ വീഡിയോയിൽ ഞാനിത് കാണിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ആൾക്കാർ തീർച്ചയായിട്ടും പോയിട്ട് ഓർഡർ ചെയ്യാന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇതൊരു ഫ്ലിപ്പ് ഫോണും കൂടിയാണ്. അപ്പോൾ ഫ്ലിപ്പ് എടുക്കാൻ താല്പര്യമുണ്ട്, പിന്നെ ഫിഫയുടെ ക്രേസുള്ള ആൾക്കാരാണ്, പിന്നെ അത് ലിമിറ്റഡ് എഡിഷനും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു കിടുക്കാച്ചി മുതൽ സാധനമാണ് Razrൻ്റെ 60. അപ്പോൾ ധൈര്യമായിട്ട് പോയിട്ട് എടുക്കാം. ഞാനും എടുക്കാൻ പ്ലാൻ ഉണ്ട്, ഇപ്പോഴല്ല, പിന്നീട് എപ്പോഴെങ്കിലും കയ്യിലേക്കൊന്ന് ഫണ്ട് വന്നതിന് ശേഷം മാത്രമേ ഞാനിപ്പോൾ ഈ ഒരു ഫോൺ എടുക്കുള്ളൂ കേട്ടോ. എന്തായാലും ഞാൻ റെൻഡർ ഇടുന്നുണ്ട്, പോയിട്ട് കാണാം. ഇഷ്ടപ്പെട്ട ആൾക്കാർ ഒന്ന് പോയിട്ട് മേടിക്കാം. ഹോണറിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. ഇത് ചൈനയിലാണ് ഈ ഒരു അപ്ഡേറ്റ് വരാൻ പോകുന്നത്. ഹോണറിൻ്റെ വിൻ സീരീസ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇതൊരു ഗെയിമിംഗ് സീരീസ് സ്മാർട്ട് ഫോണും കൂടിയാണ്. ഇത് ഫസ്റ്റ് ടൈമിലാണ് ഹോണർ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ചെയ്യണത്, ഗെയിമിംഗ് സീരീസിന് വേണ്ടിയിട്ട് ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടാക്കുന്നത്. അതിൽ ഹോണർ വിൻ R എന്ന് പറയുന്ന സ്മാർട്ട് ഫോണും പിന്നെ ഹോണർ വിൻ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണും ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ ഏറ്റവും ഒരു വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബിൽറ്റ് ഇൻ കൂളിംഗ് ഫാൻ സിസ്റ്റം ഉണ്ട്. വലിയ വലിയ ഹെവി ഗെയിംസുകൾ കളിക്കുകയാണെങ്കിൽ ഹീറ്റ് ഡെസിപ്പേഷൻസിനൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു കൂളിംഗ് ഫാൻ ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിന്നാറിൻ്റെ സ്പെക്കിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൻ്റെ 8 Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ 6.8 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ, പിന്നെ ഇത് LTPS ഡിസ്പ്ലേ ആണ്. പിന്നെ 144 Hz റിഫ്രഷിംഗ് റേറ്റ് ആണ് ഹോണർ വിൻ Rൽ വരാൻ പോകുന്നത്. ഹോണർ വിന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് സ്നാപ്ഡ്രാഗൻ്റെ 8 Elite Gen 5 ചിപ്സെറ്റും 120 Hz റിഫ്രഷ് റേറ്റ്, പിന്നെ 6.8 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. പിന്നെ ഇത് LTPO ഡിസ്പ്ലേ ആണ് ഈ ഹോണർ വിന്നിന് ഇറങ്ങാൻ പോകുന്നത്. ഏറ്റവും വലിയൊരു പ്രത്യേകതയും കൂടെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സ്മാർട്ട് ഫോണുകളിലേക്കും 10,000 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഹോണർ വിന്നാറും ഹോണർ വിന്നും ഇറങ്ങാൻ പോകുന്നത്. അറ്റംപ്റ്റ് ഈസ് റിയലി ഗ്രേറ്റ് എന്ന് വേണമെങ്കിൽ എനിക്ക് ഹോണറിനോട് പറയാം. കാരണം ഇപ്രാവശ്യം ഹോണറിൻ്റെ X9D 8300 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ട് അവരൊരു കാലക്കാൻ തീരുമാനമെടുത്ത ഒരു കമ്പനിയാണ്. പിന്നെ IP69K റേറ്റിംഗ് ഒക്കെ കൊടുത്ത സ്മാർട്ട് ഫോണാണ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു കമ്പനി ഈ ഹോണർ വിൻ എന്ന് പറയുന്നത് ഫോണ്, അല്ലെങ്കിൽ ഹോണർ വിൻ അല്ലെങ്കിൽ വിന്നാർ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിന് 10,000 mAh കൊടുത്ത കാര്യത്തിലുണ്ടല്ലോ നല്ലൊരു തീരുമാനമാണ് എടുത്തത്. സാംസങ് പ്ലീസ്, നിങ്ങൾ 2026 ആവാനായിട്ട് പോലും നിങ്ങളുടെ ബാറ്ററിയിൽ വലിയ കാര്യമായിട്ട് ഒരു തേങ്ങാ പിണ്ണാക്കും കൊണ്ടുവരാത്ത ഒരു എന്താ പറയണ്ടേ, ഒരു വേട്ടാവളിയൻ കമ്പനി ആയിട്ടാണ് എനിക്ക് മാറിയിട്ടുള്ളത്. ബാക്കിയുള്ള എല്ലാ ചൈനീസുകാരും പ്രോഗ്രസ്സിലേക്ക് പോകുമ്പോൾ സാംസങ് പിന്നിലേക്കാണ് പോകുന്നത്. എന്താണ് എനിക്ക് നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്ക് ഇതുവരെയായിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല.
ഇനി നിങ്ങളുടെ R&D എന്താണാവോ മനസ്സിൽ കണക്ക് കൂട്ടുന്നതും അതെനിക്കറിയില്ല. ഇതൊരു ഗെയിമിംഗ് സെഗ്മെന്റിൽ ഇപ്പോൾ ഹോണറും നല്ലൊരു തീരുമാനമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ വിൻ സീരീസ് നല്ലൊരു തീരുമാനമാണ്. അഭിപ്രായം ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. OnePlusന്റെ 15T എന്ന് പറയുന്ന ചെറിയ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. 6.3 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Lite Gen 5 ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഇത് സെയിം ചിപ്സെറ്റ് ആണ് OnePlus 15ന്റെ സ്നാപ്ഡ്രാഗൺ 8 Lite Gen 5 ചിപ്സെറ്റ് ആണ് വരുന്നത്. പിന്നെ 165 Hz റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അതും LTPO ആണ്. പക്ഷെ LTPO വരുമ്പോൾ അത് 1 Hz to 120 LTPO ചെയ്യും. പിന്നെ നമ്മൾ ഹെവി ഗെയിംസ് വലിയ ഹെവി ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ അത് സ്ട്രേറ്റ് 165ലേക്ക് ചെയ്യും. പക്ഷെ അത് പർട്ടിക്കുലർ ആപ്ലിക്കേഷൻസും പർട്ടിക്കുലർ ഗെയിംസ് ഇടുക. ആ പർട്ടിക്കുലർ ആപ്ലിക്കേഷനും പർട്ടിക്കുലർ ഗെയിംസിലേക്ക് വരുമ്പോൾ മാത്രം അത് 165ലേക്ക് വരും. അല്ലെങ്കിൽ അത് അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ചെയ്യും. അതായത് 1 Hz to 120ലേക്ക് ചെയ്യും. അപ്പോൾ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻ, പിന്നെ ഏതൊക്കെ ഗെയിമുകളാണ് നിങ്ങൾ കളിക്കുന്നത്. അതിൻ്റെ സെറ്റിങ്ങിൽ പോയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് 165ലേക്ക് ചെയ്യാൻ പറ്റുമോ, അതോ അല്ലെങ്കിൽ ഏത് FPS-ലാണ് ആ ഗെയിം സപ്പോർട്ട് ചെയ്യുന്നത്, ആ FPS-നനുസരിച്ചിട്ടായിരിക്കും ഗെയിം പ്രവർത്തിക്കാം. പിന്നെ ഇത് 1.5K റെസൊല്യൂഷൻ ആണ്. പിന്നെ 6.8 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീന്, പിന്നെ 7000 mAh കാർബൺ സിലിക്കൺ ടെക്നോളജി ബാറ്ററി, പിന്നെ 80 വാട്ട്സിൻ്റെ ചാർജിങ് സ്പീഡൊക്കെ വെച്ചിട്ടാണ് ഈ OnePlusന്റെ 15T എന്ന് പറയുന്ന മോഡൽ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഇതൊരു പോർട്ടബിൾ സ്ക്രീൻ സൈസും കൂടിയാണ്. ഇത് 6.3 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. റെൻഡേഴ്സൊക്കെ പോയിട്ട് കാണാം. പിന്നെ ക്യാമറ സെറ്റപ്സ് വരുമ്പോൾ ഇതിൽ 2 ക്യാമറകളെ ബാക്കിലുള്ളൂ. ഒന്ന് 50 മെഗാപിക്സലും പിന്നെ രണ്ടാമത്തത് ഒരു പോർട്രേറ്റ് ക്യാമറയാണ് വരുന്നത്. പെരിസ്കോപ്പിക് ക്യാമറ യവന്മാരിതിൽ കൊടുത്തിട്ടില്ല. കാരണം ദാറ്റ് ഈസ് ആൻ അബ്സല്യൂട്ട്ലി ഗിമിക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ സോഫ്റ്റ്വെയർ ഓറിയൻറ്റഡും ഹാർഡ്വെയർ ഓറിയൻറ്റഡും ഇറ്റ്സ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആണ് ആവാൻ പോവാണ്. ഇത് അടുത്ത വർഷം ലോഞ്ച് ചെയ്യും എന്നാണ് ഇവർ പറയണത്, OnePlus 15T. അപ്പോൾ ഇതൊരു കോമ്പറ്റീഷനും കൂടെയാണ്. വിവോൻ്റെ X300 എന്ന് പറയുന്ന ഫോണിനായിട്ട് ഒരു വലിയൊരു കോമ്പറ്റീഷനായിട്ട് മാറും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതിൻ്റെ ഒരു അഭിപ്രായം കൂടെയാണ്. കോമ്പാക്ട് സൈസിൽ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ പോവുക. പ്രൈസ് റേഞ്ച് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 65,000 രൂപ അല്ലെങ്കിൽ 55,000 രൂപക്കാണ് ഈ ഒരു ഫോൺ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് എടുത്തോ. ഈ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോണും കോൺട്രവേഴ്സി ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് ഫോണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത് OnePlus 15 ആണ്. അതിനെക്കുറിച്ചിട്ട് ഒരു വീഡിയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനിടാം, അല്ലെങ്കിൽ നമുക്കിവിടെ നിർത്തിവെക്കാം. അപ്പോൾ അറിവുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈഡിൽ നിന്നൊരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാം ഇനി അതായത് നമ്മുടെ വലിയ ടി വികൾ, വലിയ ടി വി ആയാലും സ്മാർട്ട് ടി വി ആയാലും അതിലേക്ക് ബിൽട്ടിൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആപ്ലിക്കേഷൻ ബിൽട്ടിനായിട്ട് വരാൻ പോകുന്നുണ്ട്. അമേരിക്കയിൽ അതിൻ്റെ ഓൾറെഡി അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ വെറും റീൽസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആണ് അപ്ഡേറ്റ് പറയാനുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ ഇനി നമ്മളെ വിട്ടിട്ട് വെറുപ്പിക്കും. മക്കളെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അറിയാലോ, അതിൻ്റെ അറ്റൻഷൻ ഭയങ്കര ഹൊറണ്ടസാണ്. ഈവൻ എനിക്ക് പോലും ഭയങ്കര അഡിക്റ്റാണ്. കാരണം ആ റീൽസ് ഇങ്ങനെ കണ്ടിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ആ ഒരു എന്താ പറയുക, നമ്മളെ കൊണ്ടൊരു അഡിക്റ്റ് ആക്കിയിട്ട് ഒന്നിനും കൊള്ളാത്തൊരു രീതിയിൽ മാറ്റുന്ന ഒരു കാര്യമാണ് ഇൻസ്റ്റാഗ്രാം. അതിൻ്റെ അപ്ഡേറ്റ് ഇപ്പോൾ ടി വിയിലേക്കും വരുന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ വീട്ടിലുള്ള പിള്ളേര് എന്നെ കൊണ്ട് ഇനി ടി വി കാണിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ടോ ടി വി കാണിക്കാൻ യവന്മാർ സമ്മതിക്കില്ല. അപ്പോൾ അപ്ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ പരമാവധി നിങ്ങൾ ഈ ഒരു അപ്ഡേറ്റ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ടി വിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്യാണ്ടിരിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഇല്ലെങ്കിൽ നിങ്ങളെ മക്കള് എണിപ്പിക്കില്ല, മക്കളെ എണിക്കൂല, അത് വേറെ കാര്യം. പിന്നെ മടിയന്മാരാവുകയും ചെയ്യും. കളിക്കാൻ പരമാവധി അവറ്റിങ്ങളെ പുറത്തിറക്കിയിട്ട് കളിപ്പിക്കുക. ഉള്ള ചൂടും വെയിലും കൊണ്ട് കറുത്താലും കുഴപ്പമില്ല,
ഇറക്കിയിട്ട് കളിപ്പിക്കന്നെ. അതാണ് എനിക്ക് പറയാനുള്ളത്. നട്ടുവെച്ച് കറക്കിക്കോ, ഒരു കുഴപ്പമില്ല. കറുത്തെന്ന് വെച്ചിട്ട് ഇപ്പോൾ വലിയ സംഭവം ഒന്നല്ല. മടിയന്മാരെക്കാട്ട് ഏറ്റവും നല്ലത് പുറത്ത് ഇരുന്ന് കളിപ്പിക്കുക. അവരെ കൊണ്ടൊരു ഫിസിക്കൽ ഫിറ്റ്നസ് ആപ്പ്, ഫിറ്റ്നസ് ആപ്പ് എന്നൊക്കെ പറയണത്, ഫിസിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്ഡേറ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. പിന്നെ വിട്ടുപോയൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ഒന്ന് ലൈക്കും ചെയ്യണേ, പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ഹുവാവയുടെ വാച്ച് ആനിവേഴ്സറി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 10ാം വാർഷികമാണ് വരാൻ പോകുന്നത്. 2015 ഹുവാവി വാച്ച് 5 സീരീസിന്റെ സ്റ്റാർട്ടിങ് വന്നിട്ടുള്ളത്. 2015 അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് ഇപ്പോൾ ഒരു പുതിയൊരു ലിമിറ്റഡ് എഡിഷൻ സ്മാർട്ട് വാച്ച് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. വാച്ച് 5ന്റെ ഒരു പുതിയ ലിമിറ്റഡ് എഡിഷൻ വാച്ചാണ് കൊണ്ടുവരാൻ പോകുന്നത്. പിന്നെ ആ വാച്ചിന്റെ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ കളറാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഡെനിം എഡിഷൻ ആണ് വരാൻ പോകുന്നത്. പിന്നെ 7 days ആണ് അവർ ബാറ്ററി ലൈഫ് പറയുന്നത്. പിന്നെ സിം ഒക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ നമുക്ക് ഈ ഹാർട്ട് റേറ്റ് സെൻസർ, സ്കിൻ ടെമ്പറേച്ചർ, അങ്ങനത്തെ എല്ലാതുണ്ട്. പിന്നെ ഇത് HRV അടക്കം ഈ ഒരു വാച്ചിൽ വരുന്നുണ്ട്. ഹാർട്ട് റേറ്റ് വേരിയന്റ് എന്ന് പറയുന്ന ഫീച്ചർ അടക്കം ഇതിൽ വരുന്നുണ്ട്. നമുക്കിതിനോട് ചോദിക്കാം, എന്തുകൊണ്ട് നിങ്ങളെ സ്ലീപ്പിംഗ് എങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യണ്ട എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വാച്ച് 5 സീരീസിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ സിം അടക്കം വരെ വർക്ക് ചെയ്യുന്നുണ്ട്. ഹുവാവി ഇന്ന് വേൾഡിലെ സ്മാർട്ട് വാച്ചസിലെ ഏറ്റവും ലീഡിങ് കമ്പനിയാണ്. ഞാൻ ഇതൊരു ഹൈപ്പ് തരണമല്ല, ഇതൊരു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഷിപ്മെന്റും ഏറ്റവും കൂടുതൽ സെൽ ഔട്ട് നടത്തിയ ഒരു കമ്പനിയാണ്. അവരുടെ റിപ്പോർട്ട് പ്രകാരം പറയുന്ന ഒരു അപ്ഡേറ്റും കൂടെയാണ്. ഇപ്പോൾ വാച്ച് 5 എടുക്കുന്ന ആൾക്കാർക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വാച്ച് 5ന് ഇവിടെ ഒരു സെൻസർ ഉണ്ട്. അത് നമ്മൾ കാലിബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിലുകളും നമുക്ക് പറഞ്ഞു തരും. നമ്മുടെ സ്കിൻ ടെമ്പറേച്ചർ, SpO2, ഹാർട്ട് റേറ്റ് സെൻസർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ഒരു ലിമിറ്റഡ് എഡിഷൻ ഈ മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ കിട്ടുന്നത് കാണിച്ചു തരാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, ഒന്ന് പോയിട്ട് കാണാം നിങ്ങളോട്. അപ്പോൾ ഹെൽത്തിനോട് കോൺഷ്യസ് ആയിട്ടുള്ള യൂസേഴ്സ് കാണാം, ട്രൈ ചെയ്യാം. ഹുവാവി യൂസേഴ്സ് എത്ര പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ അടിയിൽ. ഞാൻ ഹുവാവി GT2 ആണ് ലാസ്റ്റ് യൂസ് ചെയ്ത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്കൊരു പുതിയൊരു വാച്ച് എടുക്കാനായിട്ട്. നമ്മുടെ ഹുവാവിയുടെ അൾട്ടിമേറ്റ് 2 എന്ന് പറയുന്ന വാച്ച് താല്പര്യമുണ്ട് എടുക്കാൻ. പക്ഷെ റേറ്റ് നമ്മൾ ഉദ്ദേശിച്ച റേറ്റിലേക്ക് അത് എത്തണില്ല. അപ്പോൾ അതിന് പകരം ഞാൻ GT6 പ്ലാൻ ഇടുന്നുണ്ട്. GT6 നമുക്ക് 21 days ബാറ്ററി ലൈഫ് തരാമെന്ന് പറയുന്നത് അസാധ്യ കാര്യം. പക്ഷെ അൾട്ടിമേറ്റ് 2 ഇസ് പീക്ക് സാധനം. വിലയുണ്ട്, 3000 രൂപയാണ് ആ വാച്ചിൻ്റെ റേറ്റ്. അത്രയും ഫണ്ട് എടുക്കാൻ ഇപ്പം എനിക്ക് നിലവിൽ താല്പര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഹുവാവി അൾട്ടിമേറ്റ് 2നെ കുറിച്ചിട്ട് സ്പെക്കുകളും കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഹെവി യൂസേഴ്സ്, ഈ സ്കൂബ ഡൈവിങ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ആ വാച്ച് എടുക്കും. അപ്പോൾ ഈ ലിമിറ്റഡ് എഡിഷൻ ഒന്ന് പോയിട്ട് കാണാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പോയിട്ട് കാണുങ്ങൾ. ഓക്കെ ഗൈസ്, ബോട്ടിന്റെ ഒരു സ്മാർട്ട് റിങ് ഇറങ്ങാൻ പോകുന്നുണ്ട്. വലോർ റിങ് എന്നാണ് ഈ ഒരു സ്മാർട്ട് റിങ്ങിന്റെ ഒരു പ്രത്യേകത. ഇറങ്ങാൻ പോകുന്നതും പ്രത്യേകതയും കൂടെയാണ്. പിന്നെ പ്രത്യേകത പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇതിന്റെ ബാറ്ററി ലൈഫാണ്. അതായത് 15 ദിവസത്തെ ബാറ്ററി ലൈഫ് നമുക്ക് വലോർ റിങ് തരാൻ പോകുന്നുണ്ട്. ബോട്ടിന്റെ കമ്പനിയാണ് വലോർ റിങ് ഇറക്കാൻ പോകുന്നത്. പിന്നെ കേസിലൊക്കെ നമുക്ക് വെച്ചിട്ട് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പിന്നെ ഇതൊരു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു റിങ്ങും കൂടിയാണ്. അത് പറയണം. പിന്നെ നമുക്ക് SpO2 ഉണ്ട്, സ്ലീപ്പ് ട്രാക്കിംഗ് ഓപ്ഷൻ ഉണ്ട്, പിന്നെ ഹാർട്ട് റേറ്റ് ഉണ്ട്. 24/7 ഹാർട്ട് റേറ്റ് ഇതിൽ ഡിറ്റക്ട് ചെയ്യും. പിന്നെ HRV ഉണ്ട്, ഹാർട്ട് റേറ്റ് വേരിയന്റ് ഓപ്ഷൻ ഉണ്ട്. പിന്നെ VO2 മാക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ VO2 മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ചെയ്യുന്ന ആൾക്കാരുടെ ബ്രീത്തിങ് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ VO2 മാക്സിലാണ് അധികം ആൾക്കാർ ഇംപ്രൂവ്മെന്റ് ചെയ്യുക. അപ്പോൾ ഇത് ഹുവാവി മുന്നേ ഇറക്കിയിട്ടുള്ള ഒരു സാധനം ഇപ്പോൾ ബോട്ടിലും വരുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് നമ്മൾ റൺ ചെയ്യുന്ന ആൾക്കാർ, ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർ, ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർ, ട്രിയാത്ലോണൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു ബ്രീത്തിങ് ആദ്യം ഓടുന്ന സമയത്തിൽ ചിലപ്പോൾ ഒരു ബ്രീത്തിങ് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ആ ബ്രീത്തിങ് പ്രോബ്ലത്തിനെ
നമുക്ക് എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനികൾ ഇപ്പോൾ VO2 Max എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ബ്രീത്തിങ്ങിന് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ഈ വെലോർ റിങ്ങിൽ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ മറ്റേ 40 മോഡ്സ് സ്പോർട്സ് മോഡ്സുകൾ വരെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഫിസിക്കൽ ട്രെയിനിങ് കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ 40 സ്പോർട്സ് മോഡ്സുകൾ അതിൽ റണ്ണിങ്, ജോഗിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇത് SpO2 ഉണ്ട്, ബ്ലഡ് സാച്ചുറേഷൻ, ഓക്സിജൻ ലെവൽ വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇനി സ്ലീപ്പിങ്ങിന് നമുക്ക് അതിൻ്റെ സ്കോറുകൾ നമുക്ക് അറിയാൻ പറ്റും. സ്കോറുകൾ ഇപ്പൊ നമ്മളെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഐഫോണിന്റെ സ്കോറുകൾ പറഞ്ഞിരുന്നത്, എങ്ങനെയാണ് നമ്മൾ ഉറങ്ങേണ്ടത്, ഉറക്കത്തിൽ എങ്ങനെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യണം, എന്തൊക്കെ സ്കോറുകളാണ്, ആ സ്കോറിൽ നിന്നും കുറച്ചുകൂടെ നമുക്ക് സ്കോറുകൾ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിലെന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഇപ്പൊ ഈ ബോട്ടിന്റെ വെലോർ റിങ്ങിലും വരാൻ പോകുന്നുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഇതൊരു ഇൻഡെപ്ത് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ രമണ, ഇതൊരു ഫുള്ളി ഫിസിക്കൽ ഓറിയന്റഡ് സ്മാർട്ട് വാച്ചും കൂടെയാണ്. പിന്നെ ഇതിന്റെ പ്രൈസ് ടാഗ് അവർ ഇട്ടിരിക്കുന്നത് 12,000 രൂപയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇന്ത്യൻ യൂസേഴ്സ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സാധനം ഓൺലൈനിൽ പോയിട്ട് ഓർഡർ ചെയ്യാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബാറ്ററി ലൈഫ് ഒരു അസാധ്യ ബാറ്ററി ലൈഫാണ്. 15 days എന്ന് പറയുന്നത് നല്ലൊരു ബാറ്ററി ലൈഫും കൂടെയാണ്. തീർച്ചയായിട്ടും ഇവർ ഇതിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ്സും കാര്യങ്ങളും യവന്മാർ ഇതിൽ കൊണ്ടുവരുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് REM ഓപ്ഷൻ ഉണ്ട്. REM എന്ന് പറഞ്ഞാൽ റാൻഡം ഐ മെമ്മറി ഓപ്ഷനാണ്. നമ്മൾ ഉറങ്ങുന്ന നേരത്തെ ഇത് എന്തുറക്കാണ് നമ്മൾ ഉറങ്ങിയത്, ഹെവി സ്ലീപ്പാണോ ലൈറ്റ് സ്ലീപ്പാണോ, ഇനി നമ്മൾ കണ്ണ് ചിമ്പിയോ എന്നുള്ളതൊക്കെ നമുക്ക് ഈ റിങ്ങിൽ അറിയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അറിവ് വലുതാണ് എന്നാണ് എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത്. റെൻഡർ ചെയ്യാൻ ഇടുന്നുണ്ട്, പോയിട്ട് കാണാം. മേടിക്കാൻ ആഗ്രഹമുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള യൂസേഴ്സ് ഉണ്ടെങ്കിൽ പോയിട്ട് മേടിക്കാമെന്നാണ് എനിക്ക് നിങ്ങളോട് വീണ്ടും പറയാനുള്ളത്. ഷിയോമിയുടെ 17 Ultra അടുത്ത വർഷം ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതും സ്നാപ്ഡ്രാഗന്റെ 80 Gen 5 ചിപ്സെറ്റ് ഒക്കെ വെച്ചിട്ട് ഇറങ്ങും. പിന്നെ LPDDR, 5x RAM, പിന്നെ UFS ആണെങ്കിൽ 4.1 വരും. പിന്നെ 90 wattsന്റെ ചാർജർ, 6500 mAh ബാറ്ററി, അല്ലെങ്കിൽ 7000 mAh ചൈനയിലാണ് ഇറങ്ങുക. ഇത് ലൈക്കാനായിട്ട് ടൈപ്പ് ആയിട്ടുള്ള ഒരു ക്യാമറയും കൂടെയാണ് ഈ ഷിയോമി ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇത് ഒമ്നി വിഷന്റെ സെൻസറാണ്. പിന്നെ ഇത് പുതിയ സെൻസറുമാണ്. ഈ ഹണ്ടർ എന്നാണ് ഇവർ ഇതിന്റെ സെൻസറിന്റെ ഒക്കെ പേര് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് 1050L മെയിൻ സെൻസറാണ് വരാൻ പോകുന്നത്. അതും 1 inch സെൻസറാണ് വരുന്നത്. പിന്നെ f1.6ന്റെ അപ്പർച്ചർ വെച്ചിട്ടാണ് മെയിൻ ക്യാമറ വരുന്നത്. പിന്നെ ഇത് 50 മെഗാപിക്സലിന്റെ ക്യാമറയാണ്. 50 മെഗാപിക്സലിന്റെ പ്രൈമറി ക്യാമറ, 50 മെഗാപിക്സൽ ടെലിഫോട്ടോ, പിന്നെ പെരിസ്കോപ്പിക് 50 ആവാൻ സാധ്യതയില്ല. അതിന് പകരം ചിലപ്പോൾ പെരിസ്കോപ്പിമാർ ഇതിൽ 200 മെഗാപിക്സലിന്റെ പെരിസ്കോപ്പിക് ഇറക്കും. ചിലപ്പോൾ അത് സാംസങ്ങിന്റെ JN5 പെരിസ്കോപ്പിക് സെൻസർ വെച്ചിട്ടായിരിക്കും ഇറക്കാം. പിന്നെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. യവന്മാർ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷിയോമി 17 Ultra'യിൽ ഇതിന്റെ ക്യാമറ സെൻസറിന് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് കൊടുത്തിട്ടുണ്ടെന്നാണ്. ഇതിന്റെ ഡൈനാമിക് റേഞ്ച് ആയാലും, പിന്നെ അതേപോലെ നൈറ്റ് ഫോട്ടോഗ്രാഫി, ലോ ലൈറ്റ് കണ്ടീഷൻസിൽ യവന്മാര് വേറെ റേഞ്ചിലേക്ക് മാറാൻ പോവുകയാണെന്നാണ് പറയണത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും ഗ്ലിംസും കാര്യങ്ങളും ഞാൻ അതിലിടാം. എനിക്ക് ഷിയോമിനോട് പറയാനുള്ളത്, നിങ്ങൾ ഇത്രയും ഹൈപ്പൊക്കെ കൊടുത്തതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇത് വിവോന്റെ X300 Pro അല്ലെങ്കിൽ അൾട്രനെ വെല്ലുവിളിക്കുന്ന രീതികളിൽ യവന്മാർ ഇത് ഇറക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗ്രൗണ്ട് ബ്രേക്കിംഗ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതല്ല, നിങ്ങൾ ഒരു ഫോട്ടോഗ്രാഫിക് സെൻട്രിക് ക്യാമറയും കൂടെ ആണല്ലോ ഈ ഷിയോമി 17 Ultra. പക്ഷെ ഹൗ ഗ്രേറ്റ് ഇറ്റ് ഈസ് കമ്പയറിങ് ടു വിവോന്റെ X300 Pro, ഓപ്പോന്റെ Find X9 Pro, X9 Ultra, വിവോന്റെ X300 Ultra'നെ കമ്പയർ ചെയ്യുമ്പോൾ ഷിയോമിന്റെ 17 Ultra എത്ര ഹൈ ലെവൽ ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളതും പിടിക്കാൻ പറ്റുമോ, ഫോട്ടോഗ്രാഫിക് പെർസ്പെക്റ്റീവിലും വീഡിയോഗ്രാഫി പെർസ്പെക്റ്റീവിലും ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന
ഓട്ടോ ഫോക്കസുകളും സബ്ജക്റ്റ് ഓട്ടോ ഫോക്കസും ഫേസ് ഡിറ്റക്ഷനും കോൺട്രാസ്റ്റും സ്റ്റെബിലൈസേഷനും എല്ലാം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഷിയോമി 17 Ultra വുഡ് ബി ഗ്രേറ്റർ ദാൻ വിവോൻ്റെ X200 Pro, വിവോൻ്റെ X200 അല്ല സോറി X300 Pro, X300 Ultra, പിന്നെ ഓപ്പോൻ്റെ X9 Pro, X9 Ultraനെക്കാട്ടിയും ടോപ്പ് ഓഫ് ദ ലൈനിൽ എത്തുമോ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. പിന്നെ ഡിസൈൻ ലീക്ഡ് ആയിട്ടുണ്ട്. സെയിം ഡിസൈനാണ്, ഗ്രീൻ കളർ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. ഒന്ന് ഗ്രീൻ കളറും ഒന്ന് ബ്ലാക്ക് കളറും വെച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. ഇത് 1.5K റെസൊല്യൂഷൻ വെച്ചിട്ടായിരിക്കും ഇറങ്ങുക എന്നാണ് പറയുന്നത്. ഒന്നിലേക്ക് 1.5K ഇറങ്ങണം, അല്ലെങ്കിൽ ഇത് 2.K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആയിട്ട് വെച്ചിട്ട് ഇവന്മാരെ ഇറക്കണം. പക്ഷേ ഷിയോമിൻ്റെ കളർ ഡിസ്പ്ലേകളുണ്ടല്ലോ, 68 ബില്യൺ കളേഴ്സ്, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് ഇറ്റ്സ് ഗ്രേറ്റ് ആണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ മുന്നേറുമോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. കാരണം 2025 ഏറ്റവും ബെസ്റ്റ് ക്യാമറ സെൻട്രിക് ഫോണ് ഫസ്റ്റിൽ വരുന്നത് വിവോൻ്റെ X300 Pro, രണ്ടാമത് ഓപ്പോൻ്റെ Find X9 Pro, മൂന്നാമത് വരുന്നത് ഹുവാവിൻ്റെ Pura 80 Ultra, നാലാമത് വരുന്നത് ഷിയോമിൻ്റെ 15 Ultra, അഞ്ചാമത് ഐഫോണിൻ്റെ 17 Pro, ആറാമത് വരുന്നത് ഹോണർ മാജിക് 8 Pro, ഏഴാമത് വരുന്നത് സാംസങ് ഗാലക്സി S25 Ultra. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഇതിനെക്കാട്ടും ഷിയോമി 17 Ultra കയറുന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത വർഷത്തെ റേറ്റിങ്ങും കൂടെ പറഞ്ഞിട്ട് ഞാൻ പറയും. ഞാൻ എല്ലാ ആസ്പെക്റ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പറയാറ്. അപ്പോൾ എനിക്ക് കിട്ടണം, ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ എൻ്റെ വാക്കുകളിൽ ഒറ്റ സ്റ്റാൻഡേ ഉള്ളൂ. നിലവിൽ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഈ 2026 ഇനി വിവോൻ്റെ X300 Ultra കൂടെ വരുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ ഇത് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഞാൻ ആ സമയത്തുള്ള റേറ്റിംഗ് ഞാൻ അപ്പോൾ പറയാം. ഇപ്പം എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എയ്തർ ഇറ്റ് ക്യാൻ ബി ബീറ്റൺ വിവോൻ്റെ X300 Pro എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട്, ഷിയോമിക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് എനിക്ക് അറിഞ്ഞിരിക്കണം. ഞാൻ എല്ലാ സെഗ്മെൻറ്റും ചെക്ക് ചെയ്തു. എല്ലാ സെഗ്മെൻറ്റിലും ഇപ്പോൾ നിലവിൽ നിൽക്കുന്നതും വിവോൻ്റെ X300 Pro ആണ് നിലനിൽക്കുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഷെയറും ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.